Hello, welcome back to LEARNINO. Junior Instructor Electronic Mechanic Exam എഴുതുന്നവർക്ക് വേണ്ടിയുള്ള റിവിഷൻ സീരീസിലെ സെക്കൻഡ് മോഡ്യൂളിന്റെ റിവിഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. സോ സിലബസ് അനുസരിച്ച് മോഡ്യൂൾ 2 വരുന്ന ടോപ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു റിവിഷനിൽ നോക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് തന്നെ അതിൽ ബേസിക് ടേംസ് ആണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജും കറന്റും അതേപോലെ തന്നെ അതിന്റെ യൂണിറ്റ്സും ഒക്കെ. എന്നാലും നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് നോക്കാം. ചിലപ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് കാണുന്ന ചില പോയിന്റ്സ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരെ എക്സാം എഴുതുന്ന സമയത്ത്. സോ അതുകൊണ്ട് ഞാൻ ഒന്ന് സ്പീഡിൽ ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ്സ് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. First, electric current എന്നുള്ളതിന്റെ ഒരു definition ആണ്. If the electric charge flows through a conductor such as a metallic wire, it is known as electric current. ഇനി ഒരു continuous closed path of electric current നെയാണ് നമ്മൾ electric circuit എന്ന് പറയുന്നത്. ഇലക്ട്രിക് സർക്യൂട്ടിൽ നമുക്ക് എപ്പോഴും ഈ ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അത് നമ്മൾ നെഗറ്റീവ് ചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് കൂളുംബ്. എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 1 കൂളുംബ് ഈസ് ഇക്വാലന്റ് ടു എത്ര ചാർജ് ആണെന്നുള്ളത് 6 into അല്ലെങ്കിൽ ചാർജ് കണ്ടെയ്ൻഡ് ഇൻ ക്ലോസ്ലി എത്ര ഇലക്ട്രോൺസ് ആണെന്നുള്ളത് 6 into 10⁻18 ഇലക്ട്രോൺസ് ആണ്. നെക്സ്റ്റ് ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആംപിയർ. അതേപോലെ തന്നെ പിന്നെ 1 ആംപിയർ എന്ന് പറയുന്നത് 1 കൂളുംബ് പെർ 1 സെക്കൻഡ്. അതായത് 1 കൂളുംബ് ഓഫ് ചാർജ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് നമ്മൾ 1 ആംപിയർ ആയിട്ട് പറയുന്നത്. ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അമ്മീറ്റർ. ഓക്കെ, എപ്പോഴും നമ്മൾ കറന്റ് ഫ്ലോ ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ആണ് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഈ വോൾട്ടേജുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് വോൾട്ടേജിന്റെ യൂണിറ്റ് നമ്മൾ വോൾട്ട് ആണ് നമ്മൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് കൂടാതെ കുറച്ച് യൂണിറ്റ്സും കൂടെ വോൾട്ടേജിനുണ്ട്. അപ്പൊ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അതാണ് നമ്മൾ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് ഇൻ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അതാണ് നമ്മൾ ഈ വോൾട്ടേജ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ ഇതില് നമ്മൾ ഈ വോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പെർ ചാർജ് അല്ലെ, അതിനാണ് നമ്മൾ ഈ വോൾട്ട് എന്ന് പറയുന്നതിന് നമ്മൾ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ജൂൾ പെർ കൂളുംബ് എന്നുള്ളതും വോൾട്ടേജിന്റെ യൂണിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വോൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അലോങ് എ വയർ വെൻ ആൻ ഇലക്ട്രിക് കറന്റ് ഓഫ് 1 ആംപിയർ ഡിസിപ്പേറ്റ്സ് 1 watt ഓഫ് പവർ. ദാറ്റ് ഈസ് ഡിസിപ്പേറ്റഡ് പവർ പെർ കറന്റ് P/I ആയിട്ടും നമുക്ക് വോൾട്ടിനെ ഡിഫൈൻ ചെയ്യാം. വിച്ച് മീൻസ് വാട്ട് പെർ ആംപിയർ എന്നുള്ളതും വോൾട്ടേജിന്റെ യൂണിറ്റ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ നമ്മൾ മറ്റൊരു ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഈക്വൽ നമ്മൾ V IR എന്ന് പറയുന്നത് കറന്റ് ഇൻടു റെസിസ്റ്റൻസ്. സോ ആംപിയർ ഓം എന്ന് പറഞ്ഞിട്ടും നമുക്ക് വോൾട്ടേജിന്റെ യൂണിറ്റ് പറയാൻ പറ്റും. അപ്പൊ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വോൾട്ടേജ് എക്സ്പ്രഷൻ വോൾട്ട് V വെച്ചിട്ടാണ് പറയുന്നതെങ്കിലും ജൂൾ പെർ കൂളുംബും വാട്ട് പെർ ആംപിയറും ആംപിയർ ഓമും എല്ലാം വോൾട്ടേജിന്റെ യൂണിറ്റ്സ് ആയിട്ട് പറയാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന DC സർക്യൂട്ട് ടേംസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് ഈ മോഡ്യൂൾ 2 വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സർക്യൂട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ് കണ്ടക്ടിങ് പാത്ത് ഇൻ വിച്ച് an electric current flows. നെക്സ്റ്റ് പാത്ത് എന്ന് പറയുന്നത് സിംഗിൾ ലൈൻ ഓഫ് കണക്ടിങ് എലമെന്റ്സ് ഓർ സോഴ്സസ്. പലപ്പോഴും ഈ ടേംസ് ഒക്കെ നമുക്ക് അറിയാം, പക്ഷെ അതൊരു ഡെഫിനിഷൻ ആയിട്ട് വരുമ്പോൾ നമുക്ക് അത് ഏതാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. നോഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഇസ് എ ജംഗ്ഷൻ, കണക്ഷൻ ഓർ ടെർമിനൽ വിത്തിൻ എ സർക്യൂട്ട് where 2 or more circuit elements are connected or joined together giving a connection point between 2 or more branches. അത് എപ്പോഴും ഒരു ഡോട്ട് വെച്ചിട്ടാണ് നമ്മൾ നോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംഗിൾ ഓർ ഗ്രൂപ്പ് ഓഫ് കമ്പോണന്റ്സ് സച്ച് ആസ് റെസിസ്റ്റേഴ്സ് ഓർ സോഴ്സ് വിച്ച് ആർ കണക്റ്റഡ് ബിറ്റ്വീൻ നോഡ്സ്. അതാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. Next, loop. It is a simple closed path in a circuit in which no circuit elements or node is encountered more than once. ഒന്നിലധികം സർക്യൂട്ട് എലമെന്റ്സോ അല്ലെങ്കിൽ നോഡോ എൻകൗണ്ടർ ചെയ്യാതെ ഒന്നിലധികം പ്രാവശ്യം വരാതെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് പാത്ത് തന്നെയാണ്. നെക്സ്റ്റ് മെഷ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിംഗിൾ ക്ലോസ് ലൂപ്പ് സീരീസ് പാത്ത് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി അതർ പാത്ത്. അപ്പൊ നമുക്ക് പറയാം there are no loops inside a mesh എന്ന് നമുക്ക് വേണമെങ്കിൽ
പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന DC സർക്യൂട്ട് ടേംസ്. നെക്സ്റ്റ് എനർജിയും പവറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ ഒരു ജസ്റ്റ് ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് അതിന്റെ എനർജിയുടെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കപ്പാസിറ്റി ടു ഡു സം വർക്ക്. പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പെസിഫിക് വർക്ക് ഈസ് ഡൺ. നമ്മൾ എനർജി ആയിട്ട് പറയുന്നത് ജൂൾസ്, കലോറീസ്, ഇതൊക്കെയാണ് നമ്മൾ എനർജിയുടെ യൂണിറ്റ് വരുന്നത്. വാട്ട് അല്ലെങ്കിൽ ജൂൾസ് പെർ സെക്കൻഡ് ഒക്കെയാണ് നമ്മൾ പവറിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് വൺ ഫോം ടു അനദർ ഫോം ചേഞ്ച് ചെയ്യും. പവർ കനോട്ട് ബി ട്രാൻസ്ഫോം ഫ്രം വൺ ടൈപ്പ് ടു അനദർ, അല്ലെ? നെക്സ്റ്റ് പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ പവറിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അത്രയും നമുക്ക് അധികം ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ ഇലക്ട്രിക്കൽ ടേംസിൽ പറയുമ്പോൾ അതിന്റെ യൂണിറ്റും അതേപോലെ തന്നെ അതിന്റെ ഡെഫിനിഷനും മാത്രം മെയിൻ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓംസ് ലോയുടെ പൈ ചാർട്ട്. എല്ലാ എക്സാംസിനും ഞാൻ പറയാറുണ്ട് ഓംസ് ലോയുടെ പൈ ചാർട്ട്. ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് എല്ലാ ഇക്വേഷൻസും ഒരുമിച്ച് ഓർത്തിരിക്കാനായിട്ട്. അപ്പൊ അതില് I-V-P-R, അതായത് കറണ്ട്, വോൾട്ടേജ്, പവർ, റെസിസ്റ്റൻസ്, ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് അതിന്റെ എല്ലാ എക്സ്പ്രഷൻസ്, ഇപ്പൊ V is equal to IR, V is equal to P by I, അതേപോലെ തന്നെ R is equal to V by I, V square by P, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് റിലേഷൻസ് ഈ ഒരു പൈ ചാർട്ട് വെച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ലാസ്റ്റ് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഓംസ് ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇക്വേഷൻസും പഠിക്കാൻ ഇത് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് KVL ആൻഡ് KCL. നമുക്ക് ഒരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണിത്. KVL എന്നോ KCL എന്നോ പ്രോബ്ലം മാത്രമല്ല, ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ എന്താണ് ലോ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. KVL എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the algebraic sum of the voltage around any loop in a circuit is always zero, and KCL states that the algebraic sum of branch currents flowing into and out of node is always zero, അല്ലെ? പിന്നെ ഇതിൽ ഫസ്റ്റ് ലോ ഏതാണ്, സെക്കൻഡ് ലോ ഏതാണ്? ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്ന് പറയുന്ന KCLും കിർച്ചോഫ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് KVLും ആണ്. ആൻഡ് KVL ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ആൻഡ് KCL എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പൊ അത് തെറ്റിക്കരുത്. ഇനി KVL എന്ന് പറയുന്നത് നമ്മൾ ഈ മെയിൻ ആയിട്ട് ലൂപ്പ് ആൻഡ് മെഷ് അനാലിസിസ് ആണ്. അതിൽ ഇറ്റ് യൂസസ് KVL ടു എസ്റ്റാബ്ലിഷ് ദ ഇക്വേഷൻസ് ഓഫ് കറന്റ്. ഓക്കെ, അതേപോലെ നോഡ് അനാലിസിസ് മോസ്റ്റ് യൂസ്ഫുൾ വെൻ വി ഹാവ് കറന്റ് സോഴ്സ്. അതായത് നോഡൽ അനാലിസിസിൽ നമ്മൾ KCL ആണ് യൂസ് ചെയ്യുന്നത്. നോഡൽ അനാലിസിസ് യൂസ് ചെയ്ത് KCL ടു എസ്റ്റാബ്ലിഷ് ദ ഇക്വേഷൻ ഓഫ് വോൾട്ടേജസ്. അപ്പോൾ അത് പ്രോബ്ലം ചെയ്യാനും അല്ലാതെ നമ്മളെ കോൺസെപ്റ്റ് ബേസ് ചെയ്ത് മനസ്സിലാക്കാനും ഈ ഒരു കമ്പാരിസൺ ടേബിൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതൊന്ന് നോക്കാം. നെക്സ്റ്റ് ഓരോ തിയറംസ് ആണ്. ഇപ്പോൾ തെവനിൻ തിയറം, നോർട്ടൺ തിയറം, സൂപ്പർ പൊസിഷൻ തിയറം. അപ്പോൾ ഇതിലെ ഓരോ തിയറംസും അതിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക. തിയറംസ് ബേസ് ചെയ്ത് ചെറിയ ചെറിയ പ്രോബ്ലംസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തിയറം പറഞ്ഞു പോവാം. തെവനിൻ തിയറം states that any linear network can be represented with an equivalent network that consists of only one voltage source in series with a resistance. അതാണ് നമ്മൾ തെവനിൻ ഇക്വാലന്റ് സർക്യൂട്ട് ആയിട്ട് പറയുന്നത്. അതിൽ നമ്മൾ ആ ഒരു ഇക്വാലന്റ് സോഴ്സ്, അതായത് a voltage source which will be present in the Thevenin equivalent circuit നമ്മൾ എന്താ പറയാ, Thevenin voltage എന്നും corresponding resistor നമ്മൾ Thevenin equivalent resistor എന്നും പറയും, അല്ലേ? Next, Norton theorem ആണ്. Norton theorem, it states that in any linear network which contains several energy sources and resistance can be replaced by one constant current source in parallel with resistor. ഇപ്പൊ തെവനിൻ തിയറത്തിൽ നമ്മൾ പറയുന്നതിന് ഡിഫറെന്റ് ആയിട്ടാണ് നോർട്ടൺ തിയറത്തിൽ വൺ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. തെവനിൻ തിയറത്തിലെ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ ആണ്. In a superposition theorem, it helps to determine the current and voltage present in a circuit that has multiple sources. അല്ലെ, മൾട്ടിപ്പിൾ സോഴ്സസ് വരുന്ന സമയത്ത് നമ്മൾ വോൾട്ടേജ് ആൻഡ് കറന്റ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആൻഡ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇൻ എനി ലീനിയർ നെറ്റ്വർക്ക് വിച്ച് വിൽ ബി ഹാവിംഗ് എ നമ്പർ ഓഫ് വോൾട്ടേജ് ഓർ കറന്റ് സോഴ്സസ് ആൻഡ് റെസിസ്റ്റൻസ്. ദ കറന്റ് ത്രൂ എനി ബ്രാഞ്ച് ഓഫ് നെറ്റ്വർക്ക് ഈസ് algebraic sum of current due to individual sources when acting independently. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ നമുക്ക് ചിലപ്പോൾ ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ തന്നിട്ട് ഏത് തിയറമാണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഏത് ലെവലിൽ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ വളരെ ഹൈ ലെവലിലൊക്കെ പഠിച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരിക്കും. അതായിരിക്കും നമ്മൾ തെറ്റിക്കാനും സാധ്യത. അപ്പൊ നമുക്ക് അറിയാം എന്ന് വിചാരിച്ചപ്പോ തിയറം ഒക്കെ നമുക്ക് അറിയാം എന്ന് പറയും, പക്ഷെ വീണ്ടും വീണ്ടും ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോകുന്നത് അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനാണ്. ഓക്കെ,
Next, maximum power transfer theorem ആണ്. Statement ഇതാണ്. Power transfer by a source to a load will be maximum in a network when load resistance is equal to internal resistance of the source. Reciprocity theorem, in a linear network, the excitation source and its corresponding response can be interchanged. Just theorem മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ലോസ് ഓഫ് മാഗ്നറ്റിസം, അതാണ് നമുക്ക് ഇനി അടുത്ത ടോപ്പിക്സ്. ലോസ് ഓഫ് മാഗ്നറ്റിസം, ടൈപ്സ് ഓഫ് മാഗ്നറ്റ്, അതിന്റെ കമ്പാരിസൺ, ഡയാപാര, അങ്ങനെ ഓരോ ഇതിലുള്ള കമ്പാരിസൺ, പിന്നെ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം കമ്പാരിസൺ, മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ വരുന്ന ടേംസിന്റെ ഡെഫിനിഷൻസ് ഒക്കെയാണ് ഇനി അങ്ങോട്ട് വരുന്നത്. സോ നോക്കാം. Laws of magnetism, our first law, നമുക്കറിയാം like pole repel each other and like pole attract each other ആണ് first law. Second law, the force exerted between two magnetic poles is proportional to the product of their pole strength and inversely proportional to the square of distance between them. ഈ first law second law, ഇപ്പൊ like poles repel each other എന്നോ അല്ലെങ്കിൽ unlike poles attract each other, ഇതൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും ഇത് മാഗ്നറ്റിസത്തിന്റെ ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ആണെന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കാം. പിന്നെ the most fundamental of magnetism എന്ന് പറയുന്നത് like poles attract each other and unlike poles repel each other എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്പിൽ മെയിൻ ആയിട്ട് വരുന്ന പെർമനന്റ് മാഗ്നറ്റ്, ടെമ്പററി മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ്സ്. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിച്ച് വൺസ് മാഗ്നറ്റൈസ് മെയിൻറ്റെയിൻ ദെയർ മാഗ്നറ്റിസം, ആ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ആർ മെറ്റീരിയൽ മാഗ്നറ്റ്സ് ദാറ്റ് വർക്ക് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈക്ക് പെർമനന്റ് മാഗ്നറ്റ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ അത് പെർമനന്റ് മാഗ്നറ്റ് ആയിരിക്കും, പക്ഷേ ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മാഗ്നറ്റിസം ലൂസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് കോയിൽഡ് വയർ കോയിൽസ് ആണ്. ദാറ്റ് വർക്ക്സ് ആർ മാഗ്നറ്റ് വെൻ പാസിംഗ് ത്രൂ ആൻ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് ആ മാഗ്നറ്റിക് ബിഹേവിയർ വരുന്നതിന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് പറയുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻ ആണ്: പെർമനന്റ് മാഗ്നറ്റ്, ടെമ്പററി മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്. നെക്സ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാഗ്നറ്റിക് അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി, അതിന്റെ അലൈൻമെന്റ് എങ്ങനെയായിരിക്കും, അത് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, പെർമിയബിലിറ്റി, സസെപ്റ്റിബിലിറ്റി, അതിനുള്ള എക്സാമ്പിൾസ് ഈ ടേബിളിൽ നന്നായിട്ട് പഠിക്കുക. കാരണം ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ഇതിലെ ഒരു കമ്പാരിസൺ ആയിട്ടോ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ഇത് തന്നിട്ട് അത് ഏതാണ്, ഇപ്പൊ അലൈൻമെന്റ് തന്നിട്ട് അലൈൻമെന്റ് ഇസ് റൈറ്റ് ആംഗിൾ ടു ദ ഫീൽഡ് ഡയറക്ഷൻ, അപ്പൊ ഏതാണ്, ഡയമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ നീറ്റ് ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ എക്സാമ്പിൾസും, അപ്പൊ ഏതെങ്കിലും മെറ്റീരിയൽസ് തന്നിട്ട് അത് ഏത് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ടേബിൾ നന്നായിട്ട് പഠിച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ടേബിൾ ആണ്. അതും ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഫൈനൽ ഒരു റിവിഷൻ ഒക്കെ സമയത്ത് ഈസി ആയിട്ട് അതിന്റെ ഒരു കമ്പാരിസൺ മനസ്സിലാക്കാൻ വേണ്ടി ഇതൊരു ടേബിൾ ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ അതും ഈ മറ്റേത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡയാ, പാര, ഫെറോ അതിന്റെ കമ്പാരിസൺ പഠിക്കുന്ന പോലെ തന്നെ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസും ആ ടേംസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ആണ്. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ ഞാൻ വീണ്ടും നേരത്തെ ഞാൻ തിയറത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അതും പഠിക്കാം. മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് ഈസ് എ റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഓർ എ മൂവിംഗ് ഇലക്ട്രിക് ചാർജ് വിത്തിൻ വിച്ച് ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസം ആക്ട്സ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് MMF needed to create a certain flux density B within a particular material per unit length. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് H എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് B എന്ന് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്, ടെസ്ലയാണ് യൂണിറ്റ് വരുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്. Phi എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൻ ക്ലോസ്ഡ് സർഫേസ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് നമ്മൾ നേരത്തെ B എന്ന് പറഞ്ഞിട്ട് ഇസ് എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ യൂണിറ്റ് ഏരിയ ടേക്കൺ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. വെബർ പെർ മീറ്റർ സ്ക്വയർ. B is equal to mu H എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. B is equal to mu H. നെക്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ്, മാഗ്നറ്റൈസേഷൻ, പെർമിയബിലിറ്റി, ഇൻഡക്ടൻസ്, ഇതിന്റെ എല്ലാം ഒരു അഗൈൻ ഒരു ടേബിൾ, അതിന്റെ സിമ്പിൾ, അതിന്റെ SI യൂണിറ്റ്, അതിന്റെ ഇക്വേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാം.
നെക്സ്റ്റ് ഫ്ലെമിങ്സ് ഹാൻഡ് റൂൾ ആണ്. ഫ്ലെമിങ്സ് ഹാൻഡ് റൂൾ റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സ്പെസിഫിക് ആയിട്ട് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിനോടൊപ്പം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആൻഡ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പൊ ആ തമ്പ് റൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ എക്സ്പ്രഷൻ വരുന്നത്, പിന്നെ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഇലക്ട്രിക് മോട്ടോഴ്സിലും അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് റൂൾ ഇലക്ട്രിക് ജനറേറ്റേഴ്സിലുമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ മെയിൻ പർപ്പസ് ഓഫ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ it is to find the direction of magnetic force acting in an electric motor. Fleming's right hand rule ആണെങ്കിൽ to find the direction of induced current in an electric generator. and application ആണ് പറഞ്ഞത്. Next Faraday's law ആണ്. Faraday's first law and Faraday's second law. അതിന്റെ എക്സ്പ്രഷനും സ്റ്റേറ്റ്മെന്റും അറിഞ്ഞിരിക്കണം. ഒപ്പം തന്നെ ലെൻസസ് ലോയും. First law പറയുന്നത് whenever a conductor is placed in a varying magnetic field, an EMF gets induced across the conductor, and if the conductor is closed circuit, then the induced current flow through it. അത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാൻ മൂവിംഗ് മാഗ്നറ്റ് യൂസ് ചെയ്യാം, by moving the coil ചെയ്യാം, by rotating the coil relative to magnetic field ചെയ്യാം. And second law എന്താ പറയുന്നത്, states that the magnitude of the induced EMF is equal to the rate of change of flux linkages within the coil. അപ്പൊ ആ ഒരു എക്സ്പ്രഷനോടൊപ്പം തന്നെ നമുക്ക് ലെൻസസ് ലോയും കൂടെ പറയാം. യെസ്, ഇവിടെ നമ്മൾ EMF അതായത് EMF E is equal to minus N del phi by del t അല്ലെ. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് del phi, del t എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൂപ്സ് ആണ്. അവിടെ നമ്മൾ ആ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ആ EMF-ന്റെ എക്സ്പ്രഷൻ ആണ് പറഞ്ഞത്. ഇതിൽ ആ നെഗറ്റീവ് സൈൻ ആണ് ആക്ച്വലി നമ്മൾ ലെൻസസ് ലോയിൽ പറയുന്നത്, അല്ലെങ്കിൽ ലെൻസസ് ലോ റിഫ്ലക്ട് ചെയ്യുന്നത് അതിലെ ആ നെഗറ്റീവ് സൈൻ ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ലെൻസസ് ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഫാരഡേസ് ലോയും ലെൻസസ് ലോയും നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് AC ഫണ്ടമെന്റൽസ് ആണ്. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടേംസ് എന്ന് പറയുന്നത് വേവ് ഫോം, ടൈം പീരീഡ്, ഫേസ് ഡിഫറൻസ്, പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള RMS വാല്യൂ, പീക്ക് ഫാക്ടർ, അങ്ങനെയുള്ള കുറച്ച് ടേംസ് ആണ് നമുക്ക് നോക്കാം. Waveform, which is also known as wave shape, in the shape of a curve obtained by plotting the instantaneous value of voltage or current. അല്ലെ, നമ്മൾ instantaneous value of voltage അല്ലെങ്കിൽ current XY ആക്സിസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു curve ഷേപ്പിനെ, വേവ് ഷേപ്പിനെയാണ് നമ്മൾ വേവ് ഫോം എന്ന് പറയുന്നത്. അതിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് the time required to complete one cycle of alternating quantity is known as time period, denoted by T, and its unit is in second. Phase difference എന്ന് പറയുന്നത് എന്താണ്? It is used to describe the difference in degrees or radians. അല്ലെ, ഒന്നല്ലെങ്കിൽ റേഡിയൻസിലായിരിക്കും അല്ലെങ്കിൽ ഡിഗ്രീസിലായിരിക്കും പറയുന്നത്. ഒന്നോ അതിലധികമോ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിന്റെ മാക്സിമം അല്ലെങ്കിൽ സീറോയിലേക്ക് എത്തുന്ന ആ വാല്യൂസ് നമ്മൾ ഡിഗ്രിയിൽ അല്ലെങ്കിൽ റേഡിയൻസിൽ ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്രീക്വൻസി, it is a number of cycles per second of an alternating quantity. നെക്സ്റ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ, ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ മാക്സിമം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ നമ്മൾ മാക്സിമം വാല്യൂ Emax അല്ലെങ്കിൽ Imax, വോൾട്ടേജും കറണ്ടും അതിനനുസരിച്ച് പറയും. ആവറേജ് ഓർ മീൻ വാല്യൂ ഈസ് അരിത്തമെറ്റിക് മീൻ ഓഫ് ഓൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഓവർ വൺ സൈക്കിൾ ആണ് നമ്മൾ ആവറേജ് വാല്യൂ ആയിട്ട് പറയുന്നത്. അതിന്റെ RMS വാല്യൂ, ദാറ്റ് ഈസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് it is RMS value of an AC current or voltage can be calculated using the relation 0.707 peak value of current. അത് ERMS ആണെങ്കിലും IRMS ആണെങ്കിലും അതിന്റെ corresponding peak value of current or voltage വെച്ച് നമുക്ക് RMS value പറയാം. Next one, cycle and alternating quantity, either voltage or current when complete one set of positive and negative values. അതാണ് നമ്മൾ വൺ സൈക്കിൾ പറയുന്നത്. അത് 2π റേഡിയനിൽ വേണമെങ്കിൽ 2π നമ്മൾ 2π റേഡിയൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിഗ്രിയിലാണെങ്കിൽ 360 ഡിഗ്രി. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, ദ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ആണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് പറയുന്ന റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. And peak factor, it is the ratio of maximum value to RMS value of an alternating quantity. അപ്പോൾ AC fundamentals ഈ പറഞ്ഞ പാരാമീറ്റേഴ്സിന് ഏതെങ്കിലും ഒരു പാരാമീറ്റർ റിലേറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. ഡെപ്തിൽ തന്നെ ഇതൊക്കെ പഠിക്കണം. ചെറിയ ചെറിയ പ്രോബ്ലംസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് AC സർക്യൂട്ട്സ് വിത്ത് റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആണ്. അതിനകത്ത് നമ്മൾ റെസിസ്റ്റർ വരുന്നതിലും കപ്പാസിറ്റർ വരുന്നതും ഇൻഡക്ടറിൽ വരുന്നതും കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും റിലേഷൻ. റെസിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഐയും ബിയും ഇൻ ഫേസ് ആവും,
കപ്പാസിറ്ററിൽ I leads V by 90 degree, ഇൻഡക്ടറിൽ V leads I by 90 degree. ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്, ചെറിയ ചെറിയ പ്രോബ്ലംസും പഠിക്കാനുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് വരും. നമ്മൾ MCQs ഡിസ്കസ് ചെയ്യുമ്പോൾ മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള MCQസിലൊക്കെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ റിവിഷൻ ആയതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് അതിൽ നമ്മൾ ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ, അതിന്റെ ഒരു കമ്പാരിസണും ഇതും അറിഞ്ഞിരിക്കണം. ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വൽ കൺസ്യൂംഡ് അല്ലെങ്കിൽ യൂട്ടിലൈസ്ഡ് പവർ ഇൻ AC സർക്യൂട്ട്, അല്ലെങ്കിൽ നമ്മൾ ട്രൂ പവർ, റിയൽ പവർ എന്നൊക്കെ പറയുന്നതാണ് ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the power which flows back and forth, that means it moves in both direction in the circuit or reacts upon itself, reactive power നമ്മൾ പറയുന്നു. And apparent power, the product of root mean square value of voltage and current, അതിനെയാണ് നമ്മൾ apparent power എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് S represents apparent power, Q represents reactive power, P represents active power, and it is denoted like this. കമ്പയർ ചെയ്യാം അതിന്റെ ഫോർമുല, ആക്റ്റീവ് പവറിന്റെയും റിയാക്റ്റീവ് പവറിന്റെയും, അതുപോലെ തന്നെ മെഷറിംഗ് യൂണിറ്റ്, റെപ്രസെന്റേഷൻ, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പഠിക്കാം. And finally, the difference between series RLC circuit and parallel RLC circuit. അപ്പോൾ ഈ ഒരു കമ്പാരിസണോട് കൂടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് റിവിഷൻ. സോ സീരീസ് RLC സർക്യൂട്ട് ആകുമ്പോൾ അവിടെ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. പാരലൽ RLC സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ അത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പൊ സീരീസ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, കറണ്ട് എല്ലാ എലിമെന്റ്സിലും സെയിം ആവും. പാരലൽ സർക്യൂട്ടിലാവുമ്പോൾ കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. അതേസമയം വോൾട്ടേജിന്റെ കേസ് ആണെങ്കിൽ പാരലൽ ആവുമ്പോൾ എല്ലാ എലിമെന്റ്സിലും വോൾട്ടേജ് സെയിം ആയിരിക്കും, പക്ഷെ voltage across the element is different and the total voltage is equal to the vector sum of voltage across each component in RLC series circuit. Phasor diagram വരയ്ക്കുന്ന സമയത്ത് സീരീസ് സർക്യൂട്ടിൽ ഏതായിരിക്കും നമ്മൾ റെഫറൻസ് ആയിട്ട് വെക്ടർ എടുക്കുക, കറണ്ട് ആണ്. അതേസമയം പാരലൽ സർക്യൂട്ടിലാണെങ്കിൽ വോൾട്ടേജ് ആയിരിക്കും എടുക്കുക. ഇനി അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് VR is equal to IR, VL is equal to IXL, VC is equal to IXC അല്ലെ. അതേപോലെ തന്നെ നമുക്ക് കറണ്ടിന്റെ റിലേഷനും എടുക്കാം. ഇനി ഒരു റെസൊണൻസ് കണ്ടീഷനും കൂടെ പറയാനുണ്ട്. റെസൊണൻസിൽ when XL equal to XC, the circuit has minimum impedance, and in parallel RLC circuit at resonance when XL equal to XC, the circuit has maximum impedance. ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. റെസൊണൻസ് എന്നൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ റിയാക്ടൻസ്, അങ്ങനെയുള്ള ഒരുപാട് ടേംസ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് കമ്പാരിസൺ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. ലാസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറഞ്ഞത്. ഏതെങ്കിലും പോയിന്റ്സ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കി വിളിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഡ്യൂൾ 2 വരുന്നത്. അപ്പൊ ഓരോന്നിൽ നിന്നും ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. കാരണം നമ്മൾ എത്രയൊക്കെ തിയറി പഠിച്ചാലും നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യണം, എങ്ങനെ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ താങ്ക് യു.